അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ബിസിനസ് സ്റ്റഡീസിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലേക്ക് ഒന്നുകൂടി പോവാം. ഒന്നാമത്തെ ചാപ്റ്റർ മാനേജ്മെൻറ്റ് സ്വഭാവവും പ്രാധാന്യവും, അതായത് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നൊരു ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഒന്നാമത് പരിചയപ്പെട്ടത്. രണ്ടാമത് നമ്മൾ അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, തത്വങ്ങൾ, അതായത് മാനേജ്മെൻറ്റ് തത്വങ്ങൾ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. ഇനി മൂന്നാമത്തെ ചാപ്റ്ററാണ് ബിസിനസ് എൻവിറോൺമെൻറ്റ്. എന്താണ് ബിസിനസ്സിൻ്റെ പരിസ്ഥിതികൾ, എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നത് ഒന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്തെല്ലാമാണ് ബിസിനസ്സിൻ്റെ പരിസ്ഥിതികൾ എന്തെല്ലാമാണ്, എന്താണ് ബിസിനസ് പരിസ്ഥിതി അല്ലെങ്കിൽ എന്താണ് ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ ബിസിനസ് എൻവിറോൺമെൻറ്റ് ഈസ് ദ അഗ്രിഗേറ്റ് of all conditions, events and influence that surround and affect it. Okay, സോ എന്താണ് ഒരു ബിസിനസ്സിൻ്റെ വിജയം? അതിൻ്റെ ആഭ്യന്തര കാര്യങ്ങളെ മാത്രം ആശ്രയിച്ചിട്ടല്ല ഇരിക്കുന്നത്. പല ബാഹ്യ ഘടകങ്ങളും ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. എക്സാമ്പിൾസ് ഗവൺമെൻറ്, ഉപഭോക്താക്കൾ, മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ, വിവിധ സംഘടനകൾ തുടങ്ങിയവയെല്ലാം ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന ബാഹ്യ ഘടകങ്ങളാണ്. അപ്പോൾ ഇത്തരം പരിസ്ഥിതി ഘടകങ്ങളെയും അവയ്ക്ക് ബിസിനസ് പ്രവർത്തനങ്ങളിലുള്ള സ്വാധീനവുമാണ് ഈ ചാപ്റ്റർ വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്നുള്ളത് ഒരു ഡെഫിനിഷൻ പഠിക്കാം. അപ്പോൾ ഡെഫിനിഷൻ ഇങ്ങനെ പഠിച്ചാൽ മതി. ബിസിനസ് എൻവിറോൺമെൻറ്റ് ഈസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഓൾ കണ്ടീഷൻസ്, ഇവൻറ്റ്സ് ആൻഡ് ഫങ്ഷൻസ് ദാറ്റ് സറൗണ്ട് ആൻഡ് എഫക്റ്റ് ഇറ്റ്. ഈ ഒരു ഡെഫിനിഷൻ നന്നായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പോകാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവിറോൺമെൻറ്റിലേക്കാണ്. എന്തെല്ലാം ഫീച്ചേഴ്സാണ് നമുക്ക് ബിസിനസ് എൻവിറോൺമെൻറ്റിലുള്ളതെന്ന് പരിചയപ്പെടാം. അപ്പോൾ ടോട്ടൽ 7 ഫീച്ചേഴ്സ് നമുക്കിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 7 ഫീച്ചേഴ്സിനെ പറ്റിയാണ്. 7 ഫീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ ബിസിനസ് എൻവിറോൺമെൻറ്റിനായിട്ട്. ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. First one, totality of external factors. Totality of external factors എന്ന് പറഞ്ഞാൽ ബിസിനസ് എൻവിറോൺമെൻറ്റ് ഈസ് ദ സം ഓഫ് ടോട്ടൽ ഓഫ് ഓൾ തിങ്സ് എക്സ്റ്റേണൽ ടു ബിസിനസ് ഫേംസ് ആൻഡ് വിച്ച് ആർ ഔട്ട് ഓഫ് കൺട്രോൾ. Totality of external factors, first one. The second one is specific and general factors. Third one, interrelatedness. Fourth one, dynamic nature. Fifth one, uncertainty. Sixth one, complexity. And seventh one is relativity. There are 7 features of business environment are totality of external factors, specific and general factors, interrelatedness. Fourth one, dynamic nature. Fifth one, uncertainty. Sixth one, complexity. Seventh one is relativity. Okay, so first we will discuss about totality of external factors. എന്താണ് totality of external factors എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ എല്ലാ ശക്തികളും ബാഹ്യ ശക്തികളും അതിൻ്റെ പരിസ്ഥിതി ഉൾപ്പെടുന്നതാണ് എന്ന് totality of external factors എന്ന് പറയുന്നത്. അതൊരു കൂട്ടായ്മയാണ്. ഇറ്റ്സ് എ യൂണിറ്റ്. Then the second one is specific and general factors. A business environment consists of both specific and general forces. These forces have direct impact on individual enterprises. Example, investors, suppliers, competitors, etc. Whether general forces or general factors have indirect impact on all the business environment. For example, social, political, legal and technical conditions. Okay, third one is interrelations. Interrelations are various elements or parts of business environment are interrelated. Okay, the example is increased awareness of health care have increased the demand for fat-free cooking oil, then
sugar-free products, health resorts, etc. That are the examples of interrelations. The fourth one is dynamic nature. Dynamic nature is flexible as it keeps on changing in terms of technological improvement, changes in consumers' taste and fashion. Changes in consumers' taste and fashion. That means say about in dynamic nature. Then the fifth one is uncertainty. Business environment is highly uncertain as one cannot predict in future happening exactly. The sixth one is complexity. Complexity. Business environment is very complex phenomenon. It consists of numerous interrelated dynamic conditions or forces which arise from different sources. Therefore, it is very difficult to comprehend its meaning and state what constitutes business environment. Then the sixth one we will tell about now, that is complexity. Complexity means സങ്കീർണത എന്ന് മലയാളത്തിൽ പറയാം. The seventh one is relativity. Relativity എന്നാണ് നമുക്ക് പരിചയപ്പെടാം. Business environment is relative since it differs from country to country and even from region region to region. That is relativity. For example, demand for sari may be high in India where it is almost nil in France. Okay. Okay, the next one is importance of business environment. Importance of business environment tell about 7 important factors. Our first one is enable to identify opportunities and getting the first mover advantages. The enable to identify opportunities and getting first mover advantage. The second one is identity threats and early warning signal. Identity threats and early warning signal is second important feature. The third one is tapping useful resources. Third one is tapping useful resources. The fourth one is copying with rapid changes. Copying with rapid changes. Then the fifth one is assisting in planning and policy formulation. Fifth one, assisting in planning and policy formulations. Then the sixth one is helps in improving performance. There are 6 important sources and important factors are we will discuss here about in importance of business environment. The next portion we will going for the factors of business environment and the dimensions of business environment or element of business environment. There are 5 elements of business environment. They are economic environment, social environment, legal environment, technological environment, and political environment. Once more, economic environment, social environment, legal environment, political environment, and technological environment. So we will discuss about economical environment and or each one by one. So economical environment refers to all factors which have an economic impact on business. Okay. The second one is social environment. Social environment means social and cultural factors that affects business directly or indirectly. The third one is technological environment. That means changes in technology have rendered several traditional production processes obsolete. Then the political environment. Political and government environment means attitude of government towards the business. That will be tell about. The fifth one is legal environment. Legal environment involves the legislation passed by the parliament and state legislature.
Okay, then we will go for the next portion, economic environment in India. Economic environment, eh, economic environment in India is uh, based on the three important factors. That means first one, liberalization, privatization, and globalization. That means we will tell about LPG. So what is what is liberalization? First one is liberalization. Liberalization means liberating the economy from unnecessary controls and regulations. Okay, it means the end of license permit quota raj. It means the end of license permit quota raj. The second one is privatization. Privatization, under the policy, the private sector is allowed to play a major role in economic activities. This is opposite to rationalization. So privatization means private ownership, control and management of public sector units passing to the private sector. It involves disinvestment of a part of shares held by government in PSU, and second one, de-reservation of areas formerly reserved for the public sector. The third one is globalization. What is globalization? Globalization means integrating the economy of a country with the world economy. Integrating economy of the country with the world economy is called globalization. It views entire world as a single market. Globalization views entire world as a single market. So globalization refers to the process of increasing economic integration and growing economic independence between the countries in the world economy. So it is also known as neoliberalism. 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 Neoliber. Liberalism. Globalization has four parameters. First one, free flow of goods and services across nation. Second one, free flow of capital among nation. The third one, free flow of technology between nations. The fourth one, free flow of labor among different nations. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം. The four important factors ആണ് ഗ്ലോബലൈസേഷനിലുള്ളത്. First one, free flow of goods and services across nation. Second one, free flow of capital among nations. Third one, free flow of technology between nations. The fourth one, free flow of labor among different nations. The next one is impact of government policy changes on business and studies. ഓക്കെ, നമുക്ക് അടുത്തത് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി. ഗവൺമെൻറ് പോളിസിയുടെ ഇമ്പാക്റ്റും പിന്നെ അതിൻ്റെ ചേഞ്ചസ്, ബിസിനസ്സിലും ഇൻഡസ്ട്രികളിലും വന്ന മാറ്റങ്ങൾ, മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രത്യാഘാതം എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് സംഭവിക്കുന്നത്? ഇമ്പാക്റ്റ് ഓഫ് എക്കോണമിക് റിഫോംസ്, LPG മൂലം സംഭവിച്ച ഇമ്പാക്റ്റ് എന്തെല്ലാമാണ്? ഇൻക്രീസിങ് കോമ്പറ്റീഷൻ, അതായത് കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഇൻക്രീസിങ് കോമ്പറ്റീഷൻ വിച്ച് മീൻസ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ദ റൂൾസ് ഓഫ് ഇൻഡസ്ട്രിയൽ ടെസ്റ്റിംഗ് ആൻഡ് എൻട്രി ഓഫ് ഫോറിൻ ഫേംസ്, കോമ്പറ്റീഷൻ ഫോർ ഇന്ത്യൻ ഫേം has increased, especially in service industries like banking and insurance. The second one is more demanding customers. ഉപഭോക്താക്കളുടെ അവകാശവാദം. That means more demanding customers. Increased competition in the market. Increased competition in the market, which gives the customers wide choice in purchasing better quality of goods and services. So customers demanding more as they are well informed. The third one is rapidly changing technological environment. Rapidly changing technological environment is third impact. So increased competition forces the firms to develop new ways to survive and grow to the market.
So rapidly changing technological environment creates tough challenges before the smaller firms. The fourth one is need for developing human resources. Fourth impact is need for developing human resources, which tell about the new market conditions require people with higher competence and greater commitment. The fifth one is market orientation. Market orientation is fifth one. Earlier firms are production oriented marketing operations, but now there is a shift to a market orientation where the firms have to study and analyze the market first and produce goods accordingly. The sixth one is loss of budgetary support to the public sector. Loss of budgetary support to the public sector. അതാണ് ആറാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, ആറാമത്തെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത് നോക്കാം. ദ സെൻട്രൽ ഗവൺമെൻറ്റ്സ് ബഡ്ജറ്ററി സപ്പോർട്ട് ഫോർ ഫിനാൻസിങ് ദ പബ്ലിക് സെക്ടർ outlays has declined over the years. Public sector units realize that in order to survive and grow, they will have to be more equity than debit. A legal debt. Okay, the next topic we will be discussed about demonetization. Demonetization is a process of stripping a currency unit of its status as a legal tender. In simple words, demonetized notes are no longer valid as legal currency, so usually a new currency replaces the old currency or units. So what are the aims and features of demonetization? Demonetization is a disruptive economic tool which hands of policy makers. The aim of demonetization is to eradicate black money, putting an end to fake currency circulation, stop funding terrorism, transparency in dealing, and a move towards cashless economy. So the features like that tell about demonetization. Demonetization is viewed as a tax administration measure. The second one is to stop tax evasion. The third one is the channelize savings into the formal financial system. The fourth one, create less cash അല്ലെങ്കിൽ cash light economy. Then what are the impact of demonetization? Impact of demonetization, first one, money or interest rate. Money rate or interest rate tell about decline in cash transaction, bank deposits increase in financial savings. The second one is private wealth. Private wealth is the second impact, declined since some high demonetized notes were not returned and real estate prices fell. The third one is public sector wealth, no effect, which can be tell about impact of demonetization. Public sector wealth is not affected. And the fourth one is digitization. Digitization means digital transaction among new users, that means rupee AEPS increased. The fifth one is real estate is the one of the impact of demonetization, prices are declined. The tax collection is the next impact, that is the sixth impact of demonetization, that means a rise in income tax collection because of increased disclosure. Thank you for this chapter is wide up.